ഹായ്, ഇന്ന് നമുക്ക് ഒരു അറബിക് ഡിഷായിട്ടുള്ള തൽബീന റെഡിയാക്കി നോക്കാം. അതിനായിട്ട് ബാർലിയാണ് എടുക്കേണ്ടത്. ബാർലി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 5-6 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനിടണം. അതിനുശേഷം അത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ ഡയറക്റ്റ് പാലിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചധികം സമയം എടുത്ത് വെന്ത് വരാനായിട്ട്. അപ്പോൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ അതിനായിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുത്താൽ ബാർലി വെന്ത് കിട്ടും. എന്നിട്ട് ഇത് പാല് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഡേറ്റ്സും നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഞാനിവിടെ കുറച്ച് കാഷ്യൂവും കിസ്മിസുമാണ് ചേർത്തിട്ടുള്ളത്. ബദാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ തൽബീന റെഡിയായി കഴിയും. ഇനി ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ മധുരത്തിനായിട്ട് കുറച്ച് ഹണിയും കൂടെയും ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് ഒരു ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കണം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നോമ്പിൻ്റെ സമയത്തൊക്കെ അത്താഴത്തിന് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഡിഷും കൂടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.